എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഫോളോ ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 50,000-ലധികം പേർ ഒരു യൂറോപ്യൻ യൂണിയൻ അതിർത്തി കടന്നു കയറുന്നു, വിസ ഇല്ലാതെ, അനുമതിയില്ലാതെ. അതും കടലിലൂടെ നീന്തി. ചുരുങ്ങിയത് 57 പേരെങ്കിലും ഈ യാത്രയിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെടുന്നു. ഇറ്റലി സ്പെയിനുമായുള്ള ഷെങ്കൻ കരാർ താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഫിൻലൻഡ്, ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക്, നെതർലൻഡ്സ്, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ സ്പെയിനിനെ ഷെങ്കൻ മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സ്പെയിൻ ഈ വർഷം എടുത്തിരിക്കുന്ന 2 വലിയ തീരുമാനങ്ങളുടെ നേരിട്ടുള്ള ഫലമാണ്. ഇതിലൊന്ന് ഭരണപരമായിട്ടുള്ള ഒരു തീരുമാനവും മറ്റൊന്ന് ജുഡീഷ്യലായിട്ടുള്ള ഒരു തീരുമാനവുമാണ്. ഈ 2 തീരുമാനങ്ങളും ചേർത്ത് ഇന്ന് യൂറോപ്പിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. സ്പെയിനിനെ ബാധിക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത് എങ്കിലും യൂറോപ്യൻ യൂണിയനെ, അതിലുള്ള മറ്റ് അംഗരാജ്യങ്ങളെ ഒക്കെ തന്നെ ബാധിക്കുന്ന, അവരുടെയൊക്കെ തന്നെ സുരക്ഷയെ സാരമായി ബാധിക്കാവുന്ന ഒരു വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിനാണ് ഈ 2 തീരുമാനങ്ങളും കാരണമായിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഇപ്പോൾ സ്പെയിനിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഈ വർഷം ജനുവരി മാസം 28-ാം തീയതി സ്പെയിനിലെ മന്ത്രിസഭ ഒരു റോയൽ ഡിക്രി പാസാക്കി. പാർലമെൻറ്റിൽ ചർച്ച നടത്താതെ നേരിട്ടുള്ള ഒരു ഉത്തരവിലൂടെ ഈ വർഷം ഏപ്രിൽ 15-ാം തീയതി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നു. എന്താണ് ഈ നിയമം? സ്പെയിനിൽ എത്തിയിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് അവിടെ റെഗുലറൈസേഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. 2006 ജനുവരി മാസം 1-ന് മുൻപ് സ്പെയിനിൽ എത്തിയവരായിരിക്കണം, 5 മാസമെങ്കിലും തുടർച്ചയായി സ്പെയിനിൽ താമസിച്ചവരായിരിക്കണം, യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവരായിരിക്കണം, തൊഴിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധം അല്ലെങ്കിൽ സാമൂഹ്യ പിന്നാക്കാവസ്ഥ ഇതൊക്കെ തെളിയിക്കാൻ സാധിക്കുന്നവരായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 1 വർഷത്തെ ഒരു റെഗുലറൈസേഷൻ നൽകുകയാണ്. അത് 1 വർഷത്തിന് ശേഷം വീണ്ടും പുതുക്കാവുന്നതാണ്. അതുമൂലം അവർക്ക് സ്പെയിനിൽ താമസിക്കാം, അവിടെ സ്പെയിനിൽ യാത്ര ചെയ്ത് തൊഴിൽ ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ടാകും. സ്വാതന്ത്ര്യാനന്തര സ്പെയിനിൽ 7-ാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള റെഗുലറൈസേഷൻ അവർ നടപ്പാക്കുന്നത്. ആദ്യമായിട്ട് 1986-ൽ നടപ്പാക്കി. 2005-ലാണ് ഇതിനു മുൻപ് അവർ ഇത്തരത്തിലുള്ള ഒരു റെഗുലറൈസേഷൻ നടത്തുന്നത്. 2005-ൽ അവർ റെഗുലറൈസ് ചെയ്തിരുന്നത് 5.25 ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർക്കായിരുന്നു. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെഗുലറൈസേഷൻ അതായിരുന്നുവെങ്കിൽ ഇത്തവണ സർക്കാർ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ താഴ്ന്ന ഒരു സംഖ്യയാണ്. ഏതാണ്ട് 5 ലക്ഷം ആൾക്കാരാണ് ഇതിന് എലിജിബിൾ ആവുക എന്ന് അവർ കരുതി. ഈ വർഷം ജൂൺ മാസം 30 വരെയായിരുന്നു ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് റെഗുലറൈസേഷന് വേണ്ടി അപേക്ഷിക്കാൻ സമയം നൽകിയിരുന്നത്. എന്നാൽ ജൂൺ 30 ആയപ്പോഴേക്കും അപേക്ഷകരുടെ എണ്ണം 12 ലക്ഷം കഴിഞ്ഞു. 2005-നെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം അപേക്ഷകളാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അവിടെ ഉള്ളത് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ സാധാരണ ഒരു നിയമനിർമ്മാണത്തിന് ആവശ്യമുള്ള ചർച്ചകളെയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഏകപക്ഷീയമായിട്ടാണ് സർക്കാർ ഇതൊക്കെ തന്നെ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സ്പെയിനിനുള്ളിൽ തന്നെ വലിയ എതിർപ്പാണ് ഇത്തരത്തിലുള്ള ഒരു നയത്തിനുണ്ടായത്. പ്രതിപക്ഷ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി പറഞ്ഞത് ഇത് കൂടുതൽ ആൾക്കാർ ഈ തരത്തിൽ അനധികൃതമായി സ്പെയിനിലേക്ക് വരുന്നതിന് കാരണമാവുകയും ജനങ്ങൾക്കായിട്ടുള്ള പൊതുസേവനങ്ങളെ അത് പൂർണ്ണമായും തളർത്തുകയും ചെയ്യും എന്നാണ്. അവിടുത്തെ വലതുപക്ഷ പാർട്ടിയാണ് വോക്സ്. വോക്സ് പറഞ്ഞിരിക്കുന്നത് സ്പാനിഷ് ഐഡന്റിറ്റിയെ തന്നെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു നയമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നും അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും എന്നുമായിരുന്നു. ഇതുവരെ പറഞ്ഞത് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നുവെങ്കിൽ ജുഡീഷ്യലായിട്ടുള്ള 2 തീരുമാനങ്ങൾ കൂടി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്പെയിനിൻ്റെ സുപ്രീം കോടതി 2 വ്യത്യസ്ത വിധികളാണ് ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ചത്. ഒന്ന് ഈ റെഗുലറൈസേഷൻ നിയമത്തിനെക്കുറിച്ചും മറ്റൊന്ന് അതിർത്തിയിൽ കൂടി അനധികൃതമായി കടന്നു കയറുന്ന ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചും. ഇതിലൊന്നാമത്തേത് മാഡ്രിഡിലുള്ള പ്രാദേശിക സർക്കാർ, വാലൻസിയ, അരഗോൺ റീജിയണൽ സർക്കാരുകൾ, വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള വോക്സ് ഇവരെല്ലാം തന്നെ സർക്കാരിൻ്റെ ഈ പുതിയ നയം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി പറഞ്ഞത് ഈ വന്നിരിക്കുന്ന നിയമത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പൊതു മാനുഷിക താല്പര്യമുണ്ട് എന്നാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്ന 2ാമത്തെ വിധിയാണ് ഒരുപക്ഷെ ഇപ്പോഴുള്ള അനധികൃത പലായനത്തിനെ കൂടുതൽ ബലപ്പെടുത്തിയത് എന്ന് പറയാം. ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്ന സിയൂട്ട, മെലിയ തുടങ്ങിയ അതിർത്തികളിൽ വേലി കടന്നു വരുന്ന ആൾക്കാരെ ഉടനടി തിരിച്ചയക്കുന്നതിന് വേണ്ടി സ്പെയിനിന് നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. ഇതിനെ ഹോട്ട് റിട്ടേൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അധികാരത്തിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് സുപ്രീം കോടതി ശ്രമിച്ചു. വേലി കടന്നു വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ബാധകമാകൂ, അവരെ മാത്രമേ ഉടനടി തിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ. പക്ഷേ കടലിലൂടെ നീന്തി വരുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല എന്നാണ് കോടതി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ വേലി ചാടി വന്നാൽ പ്രശ്നമുണ്ട്, കടലിലൂടെ നീന്തി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഉടനടി തിരിച്ചുവിടാനായിട്ട് പാടില്ല.
അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കണം, അവരുടെ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം, അതിനുശേഷം മാത്രം സാവകാശം തിരിച്ചയക്കേണ്ടുന്ന ആൾക്കാരെ തിരിച്ചയച്ചാൽ മതി എന്നുള്ളതാണ്. സ്പെയിനിന് ഇങ്ങനെ വന്നിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ റെഗുലറൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രമുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും ധരിച്ചത് കടൽ നീന്തി സ്പെയിനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുറേ കാലം എടുത്തിട്ടാണെങ്കിലും അവരെ റെഗുലറൈസ് ചെയ്യും എന്നുള്ളതാണ്. രാജ്യം മുഴുവനും ഈ ലോകകപ്പ് ഫൈനലിൽ ശ്രദ്ധിക്കുന്ന ദിവസം തന്നെ ഏതാണ്ട് 200 പേരാണ് കടൽ നീന്തി കടന്ന് സ്പെയിനിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇത് ഏറ്റവും ഭീകരമാകുന്നത് നമ്മൾ കണ്ടത് ഈ ജൂലൈ മാസം അവസാനം 30-31 തീയതികളിലാണ്. സിയൂട്ട പ്രവിശ്യയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 60,000 പേർ മൊറോക്കോയിൽ നിന്ന് സിയൂട്ടയിലേക്ക് കടന്നു എന്നാണ്. ഇത് ആ നഗരത്തിലെ സ്ഥിരം ജനസംഖ്യയുടെ 70% തുല്യമായി വരുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ അവിടെയുള്ള ഡെമോഗ്രഫി തന്നെ പൂർണ്ണമായി മാറ്റുന്ന തരത്തിൽ, അവിടെയുള്ള ആൾക്കാരുടെ സുരക്ഷയെ തന്നെ സാരമായി ബാധിക്കുന്ന തരത്തിൽ വലിയ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ഇൻഫ്ലക്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സിയൂട്ട അതുകൊണ്ട് തന്നെ നേരിടുന്ന സ്ഥിതി തീർത്തും ദുസ്സഹമാണ് എന്നാണ് സിയൂട്ടയിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഈ അതിർത്തി ലംഘനത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്പെയിനിൻ്റെ പ്രാദേശിക അഖണ്ഡതയുടെ ലംഘനം എന്നാണ്. എന്നാൽ അദ്ദേഹം ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള വീണ്ടുവിചാരവും ഇല്ലാത്ത ഒരു നയത്തിൻ്റെയും അവരുടെ സുപ്രീം കോടതി തന്നെ പാസ്സാക്കിയിരിക്കുന്ന ഒരു ഓർഡറിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്രയും ആൾക്കാർ അവിടെ കടന്നു കയറിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തോടുകൂടി ഏതാണ്ട് 48,000-ത്തിലധികം ആൾക്കാർ സ്വമേധയാ അവർ വന്ന മൊറോക്കോയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഈ സെയ്യൂട്ട പ്രോവിൻസിൽ ഇത്രയധികം ആൾക്കാർക്ക് താമസിക്കാനോ അവർക്ക് ഭക്ഷണം നൽകാനോ ഉള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ തങ്ങുകയാണ് എങ്കിൽ അത് ഒരുപക്ഷെ സ്പാനിഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹ്യൂമൻ ക്രൈസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആൾക്കാർ സ്വമേധയാ തിരിച്ചു പോയത് ഈ പ്രതിസന്ധി ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കുന്നു എന്നർത്ഥമില്ല. ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഇനി ഇതിൽ ചിന്തിക്കേണ്ടത് ഇതെന്തുകൊണ്ട് സ്പെയിനിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമല്ല എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരൊറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരമുണ്ട്: ഷെങ്കൻ. ഷെങ്കൻ കണ്ടീഷൻസ് എന്താണ് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തെ പൗരത്വമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാനോ ഉള്ള അവകാശമുണ്ട് എങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. സ്പെയിൻ ഇത്തരത്തിൽ ആൾക്കാരെ റെഗുലറൈസ് ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്നതിലൂടെ 1 വർഷത്തെ താമസ അനുമതി ലഭിച്ചാൽ ആ വ്യക്തിക്ക് 180 ദിവസത്തിനുള്ളിൽ 90 ദിവസം വരെ ഷെങ്കൻ മേഖലയിലെ 29 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കാം. ഇതിൽ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ജോലി ചെയ്യാനോ സ്ഥിരതാമസം ഉറപ്പാക്കാനോ ഈ അനുമതി പോരായെങ്കിലും അതിർത്തി പരിശോധന കൂടാതെ യൂറോപ്പിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇത് ധാരാളമാണ്. സ്പെയിനിൻ്റെ സുപ്രീം കോടതി തന്നെ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം സ്വതന്ത്ര സഞ്ചാരം മറ്റ് അംഗരാജ്യങ്ങളുടെ മുൻകൂർ ഏകോപനമില്ലാതെ നടത്തിയാൽ അത് ആശങ്കാജനകമാണ് എന്ന്. അതുതന്നെയാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറയുന്നത്. അവർ സ്പെയിനുമായുള്ള ഇറ്റലിയുടെ ഷെങ്കൻ കരാർ താൽക്കാലികമായി മരവിപ്പിക്കാനായിട്ട് ഓർഡറിട്ടിട്ടുണ്ട്. കടൽ, വ്യോമ അതിർത്തികളിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ചിരിക്കുകയാണ്. നിയന്ത്രണമില്ലാത്ത അനധികൃത കുടിയേറ്റം യൂറോപ്യൻ അതിർത്തികളുടെ സുരക്ഷയ്ക്ക് ശരിയായ അർത്ഥത്തിൽ ഭീഷണിയാണ് എന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. അവരെ പിന്തുണച്ചുകൊണ്ട് ഫിൻലൻഡിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഷെങ്കൻ അതിർത്തി സംരക്ഷിക്കാനുള്ള ബാധ്യത നിറവേറ്റാത്ത രാജ്യങ്ങൾക്ക് ഈ ഷെങ്കൻ അംഗത്വം തുടരാനായിട്ട് കഴിയില്ല എന്നാണ്. ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രിയും ഇതിന് സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സ്പെയിനിൻ്റെ ഷെങ്കൻ സഹകരണം സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിഗണിക്കപ്പെടണം എന്നാണ്. അത് യൂറോപ്യൻ യൂണിയൻ തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെക്ക് റിപ്പബ്ലിക്ക് ഇതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നെതർലൻഡ്സ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും ഇറ്റലിയുടെ നിലപാടിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പറയുന്നത്. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പെയിൻ അതിർത്തിയിൽ പോലീസിൻ്റെ സന്നാഹം 3 ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം അതിനെ 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. പിന്നീട് ഡ്രോൺ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നുണ്ട്. സ്പെയിനിനെ ഒരു തരത്തിലും വിശ്വാസമില്ല എന്നാണ് ഫ്രഞ്ച് നടപടികൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് അനധികൃത കുടിയേറ്റം എന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തിന് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. കുടിയേറ്റം എന്നത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അനിയന്ത്രിത കുടിയേറ്റം എന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമപരമായിട്ട് കുടിയേറ്റമാകാം. അതിന് വീസ ഉണ്ടായിരിക്കണം, തൊഴിൽ പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം രേഖകൾ വഴി ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയ്ക്കും അവരുടെ സംസ്കാരത്തിനും ഒരു മുതൽക്കൂട്ടാണ് ഈ വന്നു ചേരുന്ന ജനം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ റെഗുലറൈസേഷൻ സംഭവിക്കേണ്ടത്. പക്ഷേ സ്പെയിനിൽ നടക്കുന്നത് ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ്. ആദ്യം അനധികൃതമായി അതിർത്തി കടന്ന ആൾക്കാരെത്തുന്നു. പിന്നീട് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ തീരുമാനത്തിലൂടെയോ സാധൂകരിക്കപ്പെടുന്നു. അതല്ലാതെ ഒരിക്കലും അവിടെ കൃത്യമായി രേഖകളുടെ പരിശോധനയോ ഈ വന്നു കയറുന്ന ആൾക്കാർ ഈ വരുന്ന സ്ഥലത്തെ
കൾച്ചറുമായിട്ടോ മറ്റ് സാമ്പത്തിക അവസ്ഥയുമായിട്ടോ പൊരുത്തപ്പെടുന്നവരാണോ, അവരെത്രത്തോളം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നിയമം അനുസരിക്കുന്ന ആൾക്കാരെക്കാൾ നിയമം മറികടക്കുന്ന ആൾക്കാർക്ക് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നു എന്ന് പറയാം. 12 ലക്ഷം അപേക്ഷകൾ, ഒരൊറ്റ ദിവസം കൊണ്ട് 60,000 പേരുടെ കടന്നുകയറ്റം, അതിൽ 57 മരണങ്ങൾ, 7 യൂറോപ്യൻ രാജ്യങ്ങൾ ഷെങ്കൻ സസ്പെൻഷൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യത്വം എന്നുള്ള പേരിലാണ് നയങ്ങളൊക്കെ സ്വീകരിക്കുന്നത് എങ്കിലും കൃത്യമായിട്ടുള്ള പരിശോധനകളില്ല എങ്കിൽ അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അതിർത്തി നിയന്ത്രിക്കുന്നതിന് സ്പെയിൻ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവുകയാണ്. അപ്പോൾ ഭരണനിർവഹണമില്ല, അതിർത്തി നിയന്ത്രണമില്ല, പകരം അവരുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് അവർ കരുതുന്ന ഒരു വിഷയത്തിൽ അവർ പാസാക്കുന്ന നിയമങ്ങളും അവർ പാസാക്കുന്ന കോടതി ഉത്തരവുകളും ആ പ്രവിശ്യയിലുള്ള മറ്റെല്ലാ അംഗരാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുന്നു എന്നുള്ളതാണ് വസ്തുത. ആരാണ് അതിർത്തി കടക്കുന്നത്, എന്ത് പശ്ചാത്തലത്തിലാണ് അതിർത്തി കടക്കുന്നത്, എന്ത് രേഖകളോടെയാണ് അവർ വരുന്നത്, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു ബോധറേഷനുമില്ലാതെ അവരെ റെഗുലറൈസ് ചെയ്യാം എന്ന് ഒരു രാജ്യം തീരുമാനിച്ചാൽ അത് ആ രാജ്യത്തിന് മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ, അതിൽ സ്ഥിരത, ഇതൊക്കെയുള്ള 2 രാജ്യങ്ങളാണ് ഇറ്റലി, അതേപോലെ ഡെൻമാർക്ക്, പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷനെതിരെ. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇവർ കൃത്യമായി കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അനധികൃതമായി കുടിയേറി വരുന്ന ആൾക്കാരെ കർശനമായി തിരിച്ചയക്കുന്ന നടപടികൾ അവർ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ വഴിയുള്ള വരവ് ഗണ്യമായിട്ട് കുറച്ചു എന്നാണ് ഇറ്റലി അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ഡെൻമാർക്കും അവകാശപ്പെടുന്നത്. അതികർശനമായിട്ടുള്ള കുടിയേറ്റ നയമാണ് ഈ 2 രാജ്യങ്ങളും പിന്തുടരുന്നത്. അത് സൂചിപ്പിക്കുന്നത് തന്നെ വ്യക്തമായ നിയമങ്ങളും സ്ഥിരതയുള്ള നിർവഹണ സംവിധാനവുമാണ് ദീർഘകാല സ്ഥിരതയ്ക്കും സുരക്ഷിതത്വത്തിനും ആവശ്യം. അതല്ലാതെ ഇടയ്ക്കിടെ ആൾക്കാരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനുഷ്യത്വപരം എന്ന് പറയപ്പെടുന്ന യാതൊരു വിധത്തിലുള്ള ലക്കും ലഗാനുമില്ലാത്ത നിയമ നടപടികളല്ല. ചുരുക്കി പറഞ്ഞാൽ സ്പെയിനിൻ്റെ അതിർത്തിയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് സ്പെയിനിൻ്റെ മാത്രം ആഭ്യന്തര വിഷയമല്ല, അത് യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തം പ്രശ്നമാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര നിയമവും ഒരു കോടതി വിധിയും ഒരു ഭൂഖണ്ഡത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നിയമവും സുരക്ഷയും മുൻനിർത്തിയുള്ള കുടിയേറ്റ നയമാണ് വേണ്ടത്, വൈകാരികതയോ രാഷ്ട്രീയ സൗകര്യമോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലും ഈ അനധികൃത കുടിയേറ്റത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം കർശനമായി നടപ്പാക്കാനുള്ള ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിന് എപ്പോഴും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യം സുരക്ഷിതമായി പോകുന്നത്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെയുള്ള പല പ്രതിപക്ഷ കക്ഷികളും ആൾക്കാരും എന്ത് തരത്തിലുള്ള ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചത് എന്നതിനെക്കുറിച്ച് ഈ അവസരത്തിൽ നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ നാട് നാളെ മറ്റൊരു സ്പെയിനായി മാറാതിരിക്കണമെങ്കിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് എന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ സ്പെയിൻ നമുക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക. എന്തായാലും യൂറോപ്യൻ യൂണിയനിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ, അനധികൃതമായിട്ടുള്ള കുടിയേറ്റം ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.